മലയാളത്തിന് എക്കാലത്തും പ്രിയപ്പെട്ട നടിയായിരുന്നു സുകുമാരി. നടി മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഇപ്പോഴും സുകുമാരി അഭിനയിച്ച കഥാപാത്രങ്ങൾ ജനമനസ്സിൽ നിലനിൽക്കുന്നു. 2013 വീട്ടിലെ പൂജാമുറിയിൽ വെച്ച് തീപ്പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയവെയാണ് സുകുമാരി മരിച്ചത്. സംവിധായകനും നിർമ്മാതാവുമായ എം.വി. സിംഗ് ആയിരുന്നു സുകുമാരിയുടെ ഭർത്താവ്. നടിയുടെ 30ാമത്തെ വയസ്സിലായിരുന്നു ഭർത്താവിന്റെ മരണം. ഭർത്താവ് മരിച്ച 3 ദിവസത്തിനുള്ളിൽ സുകുമാരി സിനിമാ അഭിനയം തുടരുകയും ചെയ്തു. മുമ്പൊരിക്കൽ ഇതേപ്പറ്റി സുകുമാരി സംസാരിച്ചിരുന്നു. ആരുടെയും സഹായമില്ലാതെ ജീവിക്കണമെന്ന വാശി കൊണ്ടാണ് സിനിമാഭിനയം തുടർന്നതെന്ന് സുകുമാരി അന്ന് വ്യക്തമാക്കുകയും ചെയ്തു. മകനുണ്ടായിരുന്നു. "നിന്നെ പഠിപ്പിക്കണമെങ്കിൽ അമ്മ ജോലിക്ക് പോകണം. എനിക്ക് ആരുടെയും അടുത്ത് പോയി നിന്ന് കൈനീട്ടാനുള്ള അവസരം എന്നെക്കൊണ്ട് വരുത്തരുത്. നമ്മൾ ജോലി ചെയ്താലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അതുമാത്രം മനസ്സിലാക്കിയാൽ മതി" എന്ന് മകനോട് പറഞ്ഞാണ് ഷൂട്ടിങ്ങിന് പോയത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എറണാകുളത്താണ് ഷൂട്ടിംഗ്. മോഹനനാണ് ഡയറക്ടർ. അദ്ദേഹത്തിന്റെ പടം നിർത്തിവെച്ചിട്ടാണ് ഞാൻ പോയത്. 3ന്റെ അന്ന് ഞാൻ തിരികെ വന്ന് അത് അഭിനയിക്കുകയും ചെയ്തു. നമ്മൾ തന്നെ തീരുമാനിക്കണം. ജോലി ചെയ്ത് നന്നായി വരണം. നല്ല പേര് എടുക്കണമെന്ന്. നമുക്കതിൽ നിൽക്കാനേ പറ്റും എന്നുള്ളത് കാണിക്കണം എന്ന് എൻ്റെ മനസ്സിനകത്ത് ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെയാണ് ജോലി തുടർന്നത്. ഞാൻ ജോലി ചെയ്യാത്ത ചുമ്മാ വീട്ടിൽ കുത്തിയിരുന്നാൽ ആരെന്നെ നോക്കും? ആരും കാണില്ല. എല്ലാവരും ഒരാഴ്ച വരുമായിരിക്കും. "അയ്യോ പാവം പോയല്ലോ" എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്നല്ലാതെ അവരാരും എന്നെ സഹായിക്കത്തില്ല. ഞാൻ തന്നെ ജോലി ചെയ്യണം. ഞാൻ തന്നെ എൻ്റെ വീട് നോക്കണം. ഞാൻ എന്നെ തന്നെ എൻ്റെ മകനെ വളർത്തണം. ദൈവം എൻ്റെ കൂടെയുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. എൻ്റെ മകൻ അടുത്ത് പോയി ₹1 എനിക്ക് മരുന്ന് വാങ്ങണം, തലവേദന എടുക്കുന്നു എന്ന് ചോദിക്കാൻ അവസരം വരുത്തരുത്. ദൈവം അത് വരുത്തിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്നെ കാണില്ല. രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം ഇല്ലായിരുന്നു എനിക്ക്. വർക്കുണ്ടായിരുന്നു. എൻ്റെ വാശി മകനെ പഠിപ്പിക്കണം. ആരുടെ അടുത്ത് പോയി കൈ നീട്ടരുതെന്ന് ഒറ്റ വാശിയേ ഉള്ളൂ. അമ്മ അസോസിയേഷൻ്റെ കൈനീട്ടം എന്ന് പറഞ്ഞ് മാസാവസാനം ഞങ്ങൾക്കൊരു തുക തരുന്നുണ്ട്. അത് ഞാനിവിടെ അവിടെ പോയി ജോലി ചെയ്തിട്ടല്ല. ഞാൻ വളരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒറ്റ പൈസ എടുക്കരുതെന്ന് ഞാൻ പിള്ളേരുടെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം ഒരു ആവശ്യം വരുമ്പോൾ അതിൽ നിന്ന് എടുക്കണം. അപ്പോൾ നിങ്ങൾ ആരുടെ അടുത്തും പോയി ചോദിക്കരുത്. "അമ്മേ, ഞാൻ ഓഫീസിൽ നിന്ന് എടുക്കേണ്ടി വന്നു" എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ എല്ലാ പെണ്ണുങ്ങൾക്കും വേണം. നമ്മൾ ജോലി ചെയ്യണം, നന്നായി വളരണം. നമ്മളെക്കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്യാനുള്ള അവസരം കിട്ടണം എന്ന് സുകുമാരി പറഞ്ഞു.